അറിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെച്ച് പുറത്തു പോകും. പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. ആശുപത്രി കെട്ടിടങ്ങൾ ഓരോന്നായി തകരുന്നു, ഓരോന്നായി കത്തുന്നു. എന്ത് ഭരണം വീണ ജോർജ്. കേരളത്തിലെ ആശുപത്രികൾ ഒരു ഭാഗത്ത് കത്തുന്നു, ഒരു ഭാഗത്ത് തകരുന്നു. ഇതെന്ത് ഭരണം മാറിയ ഭരണം. ആര്യമന്ത്രി വീണ ജോർജ് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകും. പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? കോട്ടയത്തെ ആശുപത്രി സർക്കാരിന്റെ അനാസ്ഥയിൽ കെട്ടിടമിടിഞ്ഞ് വീണിട്ട് ബിന്ദു എന്നൊരു സഹോദരി ദാരുണമായി മരണപ്പെട്ടു. നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെച്ച് പുറത്തു പോകും. രാജിവെച്ച് പുറത്തു പോകും. പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. ആശുപത്രി കെട്ടിടങ്ങൾ ഓരോന്നായി തകരുന്നു, ഓരോന്നായി കത്തുന്നു. ഇതെന്ത് ഭരണം വീണ ജോർജ്. ഇതെന്ത് ഭരണം വീണ ജോർജ്. കേരളത്തിലെ ആശുപത്രികൾ ഒരു ഭാഗത്ത് കത്തുന്നു, ഒരു ഭാഗത്ത് തകരുന്നു. ആര്യമന്ത്രി വീണ ജോർജ് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്. രാജിവെച്ച് പോ പുറത്ത്. പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? കോട്ടയത്തെ ആശുപത്രി കോട്ടയത്തെ ആശുപത്രി സർക്കാരിന്റെ അനാസ്ഥയിൽ കെട്ടിടമിടിഞ്ഞ് വീണിട്ട് ബിന്ദു എന്നൊരു സഹോദരി ദാരുണമായി കൊല്ലപ്പെട്ടു. ദാരുണമായി കൊല്ലപ്പെട്ടു. നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെച്ച് പോ പുറത്ത്. രാജിവെച്ച് പോ പുറത്ത്. പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം. ആശുപത്രി കെട്ടിടങ്ങൾ ഒന്നൊന്നായി തകരുന്നു, ഒന്നൊന്നായി കത്തുന്നു. ഇതെന്ത് ഭരണം മാറിയ ഭരണം. ഇതെന്ത് ഭരണം മാറിയ ഭരണം. നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്. രാജിവെച്ച് പോ പുറത്ത്. പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. ബിജെപിയുടെ പ്രതിഷേധം. जय जय भारत माता. जय जय भारत माता. जय जय भारत माता. जय जय भारत माता. आर्यमंत्री वीणा जॉर्ज. आर्यमंत्री वीणा जॉर्ज. आर्यमंत्री वीणा जॉर्ज. आर्यमंत्री वीणा जॉर्ज. നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ പുറത്തു പോകും. പുറത്തു പോകും. രാജിവെച്ച് പോ പുറത്ത്. ഇത് നാണക്കേട്.
നാണക്കേട്, ഇത് നാണക്കേട്, നാണക്കേട്. പ്രതിഷേധം, പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ. കോട്ടയത്തെ ആശുപത്രി, കോട്ടയത്തെ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി. സർക്കാരിന്റെ അനാസ്ഥയിൽ, സർക്കാരിന്റെ അനാസ്ഥയിൽ, സർക്കാരിന്റെ അനാസ്ഥയിൽ, സർക്കാരിന്റെ അനാസ്ഥയിൽ. കെട്ടിടമിടിഞ്ഞ് വീണിട്ട്, കെട്ടിടമിടിഞ്ഞ് വീണിട്ട്. ഹിന്ദു എന്ന സഹോദരി, ഹിന്ദു എന്ന സഹോദരി, ഹിന്ദു എന്ന സഹോദരി ദാരുണമായി മരണപ്പെട്ടു, ദാരുണമായി മരണപ്പെട്ടു, ദാരുണമായി മരണപ്പെട്ടു, ദാരുണമായി മരണപ്പെട്ടു. നാടുഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാടുഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാടുഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാടുഭരിക്കാൻ അറിയില്ലെങ്കിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ്. പുല്ലെ പുറത്തു പോകൂ, ഓ പുല്ലെ പുറത്തു പോകൂ, ഓ പുല്ലെ പുറത്തു പോകൂ, ഓ പുല്ലെ പുറത്തു പോകൂ. രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്. പ്രതിഷേധം, 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 പ്രതിഷേധം. ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം. ജയ് ജയ് ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ, ജയ് 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 ബിജെപി, ജയ് 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 ബിജെപി. ഭാരത് മാതാ കി ജയ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ കോട്ടയത്ത് ഒരു ആശുപത്രിയുടെ കെട്ടിടം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുള്ള ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ആരോഗ്യ മേഖലയെ അനാരോഗ്യ മേഖലയാക്കി മാറ്റിയിട്ടുള്ള വീണ ജോർജിന്റെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധത്തിൽ നിന്ന് തിരിച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവരുടെ മുദ്രാവാക്യത്തിൽ നമ്പർ 1 എന്ന് അവരവകാശപ്പെടുന്നുവെങ്കിലും ഓരോ ദിവസം തോറും കേരളത്തിന്റെ ആരോഗ്യ മേഖല നശിച്ച് നാരായണക്കല്ല് പിടിക്കുന്ന തരത്തിലേക്ക് തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വിവരക്കേട് ആധികാരികമായി പറയുന്ന ഒരു മന്ത്രിയായിട്ട് മാറുകയാണ്. വാർത്ത വായനയിൽ നിന്നും ആരോഗ്യമന്ത്രി എന്ന പദത്തിലേക്ക് ഉയരാതെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കഴിവുകെട്ട ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഇതുവരെ കേരളത്തിലുണ്ടായിട്ടില്ല. കോട്ടയത്ത് ആ കെട്ടിടം തകർന്നു വീണപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി കോട്ടയം ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള സഹകരണ വകുപ്പ് മന്ത്രി വാസവനോടൊപ്പം ചേർന്നുകൊണ്ട് പത്രക്കാരോടും ദൃശ്യമാധ്യമക്കാരോടും പറഞ്ഞിട്ടുള്ളത് ആ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അവിടങ്ങളിൽ ഒരാളപായവും ഉണ്ടായിട്ടില്ല, ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അതിന്റെ രക്ഷാസേന ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ രക്ഷാപ്രവർത്തനം നടത്താൻ വൈകിയിട്ടുള്ളത്. പിന്നീടാണ് ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുള്ള ദാരുണമായ സംഭവത്തെക്കുറിച്ച് കേരളം അറിയുന്നത്. എല്ലാ ആശുപത്രികളെയും നശിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ ആതുരാലയങ്ങൾ അറവുശാലയാക്കി മാറ്റി അവർക്കൊരു അഭയം കിട്ടുന്ന പ്രദേശം തകർത്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തെ അവരുടെ ചുമതലയെടുത്ത മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി, കഴിവുകെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മുടെ സിറ്റി ജില്ലാ സമിതിയുടെ പേരിൽ അവരുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഈ കേരളത്തെ അറിയിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുള്ളത്. ഈ പ്രതിഷേധ യോഗത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ടി പ്രകാശ് ബാബു അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുള്ള ധാരണമായിട്ടുള്ള ഒരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് അങ്ങേയറ്റം ആശങ്കയോടുകൂടി കേരളത്തിന്റെ പൊതുസമൂഹം കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വലിയൊരു ദുരന്തം ഈ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളത്. ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. മന്ത്രി ദുരന്തവും ഉണ്ടായി അരമണിക്കൂർ കൊണ്ടെത്തുന്നു, അവിടെ DGP എത്തുന്നു, അവിടെ മറ്റ് സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളെല്ലാം എത്തിപ്പറയുന്നു ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ ആരുമില്ല. ഇങ്ങനെ ഒരു ഭാഗത്തും മന്ത്രി എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ അപമാനമായി മാറിയിട്ടുള്ള വീണ ജോർജ് മാധ്യമങ്ങളോട് ന്യായീകരണ പ്രസംഗം നടത്തുമ്പോൾ മറുഭാഗത്തൊരു സഹോദരിയെ ഇഞ്ചിഞ്ചായി സർക്കാർ കൊല്ലുകയായിരുന്നു ആ കെട്ടിടത്തിനടിയിൽ. കേരളത്തിലെ ഇന്ന് ഏറ്റവും വലിയ വൈറസായി ഈ ദുരന്തമായി
കേരളത്തിന്റെ ആരോഗ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നൊരു ഉളുപ്പുമില്ലാതെ ഈ മന്ത്രിയും കേരളത്തിലെ CPM നേതാക്കളും ചർച്ചിക്കുന്നത് മുഴുവൻ അങ്ങോട്ട് വിഴുങ്ങുകയാണ് കേരളത്തിലെ CPM-ന്റെയും DYFI-യുടെയും നേതാക്കൾ. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പൊതുസമൂഹത്തിന്റെ പ്രതിഷേധം കേരളത്തിൽ നോക്കൂ. നിങ്ങൾ ഒരു ഭാഗത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ ആൾ കൊല്ലുന്നു, മറുഭാഗത്ത് തീ പിടിക്കുന്നു, എന്നിട്ടും പറയും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. കേരളത്തിന്റെ പൊതുസമൂഹം പ്രതിഷേധവുമായി ഇന്ന് തെരുവിലാണ്. വരും ദിവസങ്ങളിലും അത് കോഴിക്കോട്ടും കേരളത്തിലും ആ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജി നാണംകെട്ട കേരളത്തിന്റെ അപമാനമായ അപകടകാരിയായ വൈറസായ വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രതിഷേധ സൂചകമായി കോലം കത്തിക്കുകയാണ്. ഈ പരിപാടി പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ജയ് ഹിന്ദ്. भारत माता के जय जय भारत माता जय जय भारत माता जय जय भारत माता जय जय भारत माता भारत माता के जय जय भारत माता जय जय भारत माता जय जय भारत माता ബിജെപിയുടെ നാര്യമന്ത്രി കത്തട്ടെ ജയ് ബോലോ ഭാരത് മാതാ ജയ് ബോലോ ഭാരത് മാതാ ജയ് ബോലോ ബിജെപി ജയ് ബോലോ ബിജെപി പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം കത്തട്ടെ വീണ ജോർജ് കത്തട്ടെ നാര്യമന്ത്രി കത്തട്ടെ